അതെ, നാളെ നമുക്ക് കുറച്ച് അതിഥികളൊക്കെ ഉണ്ട്. ആ അത് ശരി. അപ്പൊ ഗിരിയുടെ സംഘടനയിൽ നാളെ ആരൊക്കെ വരുന്നുണ്ട്? വല്ല മീറ്റിംഗ് ആയിരിക്കും. അതങ്ങ് പറഞ്ഞാ പോരെ. അതെന്തെങ്കിലും ആവട്ടെ, രാവിലെ എല്ലാവർക്കും കാപ്പി ഉണ്ടാക്കണം. ഉച്ചയ്ക്ക് പരിപ്പും പ്രഥമനും ഒക്കെ വെച്ചിട്ടുള്ള സദ്യ. പിന്നെ എല്ലാ സൽക്കാരങ്ങളും, ഒരു കുറവും വരുത്താൻ പാടില്ല. അവർ രാത്രിയിലേ മടങ്ങും. അതുകൊണ്ട് രാത്രി ഭക്ഷണം ഗംഭീരമാക്കണം. അയ്യടാ, മനസ്സില്ല. ഏതോ സമരോ അല്ലെങ്കിൽ പ്രകടനോ പണിമുടക്കോ സാംസ്കാരിക പ്രശ്നങ്ങളോ അതൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിട്ടല്ലേ കൂട്ടുകാർ വരുന്നേ. അവർക്ക് രാവിലെ കാപ്പി, ഉച്ചയ്ക്ക് പായസം കൂട്ടി ഊണ്, രാത്രി ചപ്പാത്തിയും ചിക്കനും അല്ലേ? അമ്മ ഇതിങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. വേണമെങ്കിൽ ഇവിടെ സാധാരണ വയ്ക്കുന്ന എന്താണോ അതിലൊരു പങ്ക് കൊടുക്കാം. രാവിലെ അവരോട് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വരാൻ പറ. ഉച്ചയ്ക്ക് രസവും മോരും മെഴുക്കുരട്ടിയും. രാത്രി ഭക്ഷണം സ്വന്തം വീട്ടിലാണെന്ന് പറയണം. എനിക്കും അമ്മയ്ക്കും വയ്യാതിരിക്കുവാണെന്ന് പറയണം. അല്ലേ അമ്മേ? അതല്ലേ ന്യായം? എത്ര പേരാ വരുന്ന മോനെ? 4 പേരാ. ആ 4 പേരോട് അറിയിച്ചേക്ക് ഞാൻ പറഞ്ഞ കാര്യം. അപ്പൊ വിളിച്ചു പറയാം. രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വരണം. ഉച്ചയ്ക്ക് രസവും അച്ചാറും വെച്ചുള്ള ഊണ്. പിന്നെ രാത്രി തിരിച്ചു ചെന്നിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന്. അതുപോലെ ഇത്ര ഞാൻ പറയാൻ പോവാ. ആരെ പേടിപ്പിക്കുന്ന? വിളിച്ചു പറ. ആരൊക്കെ വരുന്ന? കൂട്ടുകാരാണോ? നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാ. അതാരാ? കുറച്ചു ദൂരം ഒരു വീടുണ്ട്. ചന്ദ്രോത്ത് എന്നാ വീട്ടുപേര്. അവിടെയുള്ള സിദ്ധാർത്ഥൻ, പ്രഭാവതി, നന്ദൻ, ദേവിക, അങ്ങനെ 4 പേരാ വരുന്നത്. സത്യമാണോടാ? അതെ, സത്യമാ. അവര് വരുന്നില്ല എന്നൊരു പരാതി വിഷമമൊക്കെ അമ്മയ്ക്ക് രജനിക്കും ഉണ്ടായിരുന്നല്ലോ. നാളെ അതിരാവിലെ അവരെത്തും. അപ്പൊ ഞാൻ വിളിച്ചു പറയാം, ഇവിടെ ഭക്ഷണമില്ല, വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടുവരാം. സത്യമാണോ ഗിരി? നാളെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ടോ? ഞാൻ സത്യമാ പറഞ്ഞത്. രാവിലെ അവരെത്തും. അപ്പൊ അമ്മേ, ഉച്ചയ്ക്ക് രസം ഇച്ചിരി കൂടുതൽ വെച്ചോ. പിന്നെ രസം? നാളെ 2 കൂട്ടം പായസമാ. ഞാൻ ഇന്ന് രാത്രി തന്നെ അടുക്കളയിൽ കയറുവാ. ഗിരി ചന്തയിൽ പോയിട്ട് മട്ടനും ചിക്കനും ഒക്കെ വാങ്ങിക്കൊണ്ട് വരണേ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് 2-3 വിഭവം ആക്കാം. ബേക്കറി വിളിച്ചിട്ട് നാളെ ഐസ്ക്രീം കൊണ്ടുവരാൻ പറയണം. കേക്കും സ്വീറ്റ്സും ഒക്കെ വേണം, ഒട്ടും കുറയ്ക്കണ്ട. പിന്നെ അമ്മേ കണ്ടോ, എന്റെ കൂട്ടുകാർക്കാണെങ്കിൽ രസം അച്ചാറും, സ്വന്തം വീട്ടുകാർക്ക് ഭക്ഷ്യമേള. എന്റെ വീട്ടുകാരെന്ന് വെച്ചാൽ ഗിരിയുടെയും വീട്ടുകാരല്ലേ? ഓ, അപ്പൊ പിന്നെ ഒരു അല്പം മതിപ്പ് ഗിരിക്കും ഇരിക്കട്ടെ. എന്തായാലും അടുത്ത പ്രാവശ്യം ഗിരിയുടെ കൂട്ടുകാർ വരുമ്പോ കണ്ടോ, ആഹാരം കഴിച്ചവര് മടുക്കും. അല്ല മോനെ, അവരായിട്ട് വരുന്നതോ അതോ നീ പറഞ്ഞു വരുത്തുന്നതോ? അവരായിട്ട് തന്നെ വരുന്നമ്മേ. അപ്പോഴേ രജനി പറഞ്ഞ പോലെ നമുക്ക് നാളത്തേക്ക് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങാം. വാ. വാ.